കാസർഗോഡ് ജില്ലയിലെ മധൂർ പഞ്ചായത്തിൽ ശുചിത്വ മിഷന്റെ ഹരിതചട്ട ബോധവൽക്കരണ പരിപാടി മതത്തിൻ്റെ പേര് പറഞ്ഞ് SDPIക്കാർ തടഞ്ഞ സംഭവം ഏവരുടെയും കണ്ണു തുറപ്പിക്കേണ്ടത് തന്നെയാണ്. വെള്ളിയാഴ്ച ആയതിനാൽ നിസ്കാര സമയത്ത് ഒരു ബോധവൽക്കരണവും അനുവദിക്കില്ല എന്ന് പറഞ്ഞാണ് ഒരു കൂട്ടം ആളുകൾ സംഘടിച്ച് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചതും അക്രമങ്ങൾ അഴിച്ചുവിട്ടതും. ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകരുടെ ഫ്ലാഷ് മോബ് ഇവർ തടസ്സപ്പെടുത്തുകയായിരുന്നു. സ്ത്രീകളോട് അസഭ്യം പറയുകയും അശ്ലീല ആംഗ്യങ്ങൾ കാണിക്കുകയും ചെയ്യുകയായിരുന്നു. അവരെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ഉണ്ടായിരിക്കുകയായിരുന്നു. ജില്ലാ ശുചിത്വ മിഷനും കുടുംബശ്രീ ജില്ലാ മിഷനും ജില്ലാ ഭരണകൂടവുമായി സഹകരിച്ച് നടത്തിയ ശുചിത്വ സന്ദേശയാത്ര പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെത്തിയപ്പോൾ ഒരു വിഭാഗം ആളുകൾ സംഘടിച്ചെത്തി ആക്രമം അഴിച്ചുവിടുക തന്നെയായിരുന്നു. കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ബോധപൂർവം ശ്രമിച്ചുവെന്ന് FIRൽ വ്യക്തമായി പറയുന്നുമുണ്ട്. സംഭവത്തിൽ SDPIക്കാർ ഉൾപ്പെടെ 4 പേര് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ജുമുഅ നിസ്കാര സമയത്ത് പരിപാടി നടത്താൻ അനുവദിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഒരു സംഘം അതിക്രമം നടത്തിയത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഹരിതചട്ടങ്ങൾ ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയുള്ള ഹരിത സന്ദേശ യാത്ര ജില്ലാ കളക്ടർ K. ഇമ്പശേഖറാണ് കളക്ടറേറ്റ് പരിസരത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു വിവിധ കേന്ദ്രങ്ങളിലെ കുടുംബശ്രീയുടെ ഫ്ലാഷ് മോബ് അവതരണം തന്നെ. ഇത് ഏതെങ്കിലും മതത്തിനോ മതവിശ്വാസികൾക്കോ എതിരല്ല. ആരുടെയും മതാനുഷ്ഠാനം തടസ്സപ്പെടുത്താനും ആയില്ലായിരുന്നു. പൊതുനന്മ മുൻനിർത്തി മാത്രമാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് തന്നെ. എന്നിട്ടും മതത്തിൻ്റെ പേര് പറഞ്ഞ് ആക്രമം അഴിച്ചുവിട്ടതും പരിപാടി തടസ്സപ്പെടുത്തിയതും വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കലാപത്തിന് ശ്രമിച്ചു എന്ന പേരിൽ 50 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സംഘർഷത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച് അക്രമങ്ങൾ നടത്തിയത് ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിട്ടുമുണ്ട്. ഇതിനു മുൻപ് പല ആക്രമ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവരാണ് സംഘർഷം ഉണ്ടാക്കിയത് എന്ന് പോലീസ് പറയുന്നുണ്ട്. വാഹനങ്ങൾ കത്തിച്ചത് ഉൾപ്പെടെ വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. സംഭവത്തിൽ കുടുംബശ്രീ പ്രവർത്തകരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. തങ്ങളുടെ മതപരമായ ചടങ്ങ് നടക്കുമ്പോൾ മറ്റൊരു പരിപാടിയും അനുവദിക്കില്ല എന്നുള്ള നിലപാട് ആർക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. ബഹുസ്വര സമൂഹത്തിൽ ഇങ്ങനെ ചിന്തിക്കുന്നവർ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ തടഞ്ഞത് സർക്കാരിൻ്റെ പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ നാളെ ഇതര മതസ്ഥരുടെ വിശ്വാസത്തിനും അനുഷ്ഠാനങ്ങൾക്കും ഇതേ ആളുകൾ വിലക്ക് ഏർപ്പെടുത്തുകയും അക്രമം നടത്തുകയും ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. ഇത്തരം സംഭവങ്ങൾ ഇതിനു മുൻപും പലയിടങ്ങളിലും ഉണ്ടായിട്ടുമുണ്ട്. മതത്തിൻ്റെ പേരിൽ നിരന്തരം അക്രമങ്ങളും കൊലപാതകങ്ങളും നടത്തിയ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഈ സംഘടനയുടെ പല നേതാക്കളും ജാമ്യം പോലും ലഭിക്കാതെ ജയിലിൽ കിടക്കുകയുമാണ്. എന്നാൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ രാഷ്ട്രീയ മുഖമായ SDPI സ്വതന്ത്രമായി വിവരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ ലേബലുണ്ടെങ്കിലും പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും അക്രമങ്ങൾ സംഘടിപ്പിക്കുകയുമാണ് SDPI ചെയ്യുന്നത്. കൊച്ചിയിൽ സെൻറ് റീത്താസ് പബ്ലിക് സ്കൂളിൽ ഹിജാബിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതും ഇവർ തന്നെയാണ്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനെതിരെ നടത്തിയ ഹർത്താലിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആക്രമങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന് പോലീസിൻ്റെയും സർക്കാരിൻ്റെയും പിന്തുണയും ലഭിച്ചിട്ടുണ്ടായിരുന്നു. കേരളം ഭരിക്കുന്ന CPMൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ പിന്തുണയാണ് മതത്തിൻ്റെ പേരിൽ അക്രമങ്ങൾ നടത്താൻ SDPI സഹായിച്ചു വരുന്നത്. ജനങ്ങൾ ഈ മതഭ്രാന്തന്മാരെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത്.